അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ വെൽത്ത് ആൻഡ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ജവഹർലാൽ നെഹ്റു എഴുതിയ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിനകത്ത് നിന്ന് ഒരു പാർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്ത് എന്താണ് ആ ഒരു വേൾഡിൽ 15ാം നൂറ്റാണ്ടിൽ നടന്ന ആ ഒരു ജോഗ്രഫിക്കൽ എക്സ്പെഡീഷൻസ് അല്ലെങ്കിൽ യാത്രകൾ, അതിൻ്റെ ഫലമായിട്ട് പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുന്നു, ആ ഒരു ജോഗ്രഫിക്കൽ എക്സ്പെഡീഷൻസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഈ 15ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ആ ഒരു ജോഗ്രഫിക്കൽ എക്സ്പെഡീഷൻസ് ഒക്കെ ഉണ്ടാവാൻ പ്രധാനമായിട്ടും അങ്ങനെ അതിലേക്ക് ആളുകൾ തിരിയാൻ അല്ലെങ്കിൽ രാജ്യങ്ങൾ അതിലേക്ക് ആ ഒരു ജോഗ്രഫിക്കൽ എക്സ്പെഡീഷൻസിലേക്ക് തിരിയാൻ കാരണമായ 2 സംഭവങ്ങളാണുള്ളത്. ആദ്യത്തേത് കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്സ്. അപ്പോൾ ടർക്സ് എന്ത് ചെയ്യാണ്, നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതാണ് ആദ്യത്തെ സംഭവം. രണ്ടാമത്തെ എന്താണ്, ഗിനിയ കോസ്റ്റിലേക്ക്, ആഫ്രിക്കയിലെ ഗിനിയ കോസ്റ്റിലേക്ക് നമ്മുടെ പോർച്ചുഗീസുകാർ എത്തിയതാണ് രണ്ടാമത്തെ സംഭവം. ആ 2 ഇവൻറ്റ്സ്, ആദ്യത്തേത് കോൺസ്റ്റാന്റിനോപ്പിൾ ഓട്ടോമൻ ടർക്സ് കീഴടക്കുന്നത്, രണ്ടാമത്തത് പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുന്നു, ഗിനിയ കോസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ 2 ഇവൻറ്റ്സ് വഴിയാണ് പിന്നെ രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ജോഗ്രഫിക്കൽ എക്സ്പെഡീഷൻസിലേക്ക് തിരിയേണ്ട ആവശ്യകത വന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. These events had far-reaching effects on the whole world. After the Turks captured Constantinople, the primary trade route through which goods including pepper from Asia reached Europe was obstructed. As a result, Europeans began exploring new routes to access these valuable commodities and reached lands hitherto unknown to them. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു 2 ഇവൻറ്റ്സിനും നമ്മുടെ ലോക ഹിസ്റ്ററി തന്നെ അല്ലെങ്കിൽ വേൾഡ് ജിയോഗ്രഫി തന്നെ എന്താണ് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ 2 ഇവൻറ്റ്സാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഒന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ നമ്മുടെ ഓട്ടോമൻ ടർക്സ് കീഴടക്കുന്നതും, 2 ഗിനിയ കോസ്റ്റ് അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ഗിനിയ കോസ്റ്റിലേക്ക് ഒരു പോർച്ചുഗീസുകാരെത്തിയതും. ഈ 2 ഇവൻറ്റ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യത്തെ ഇവൻറ്റ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ഓട്ടോമൻ ടർക്സ് കീഴടക്കുന്നത് വഴി അവിടെ അവരുടെ ആ ഒരു പ്രൈമറി ട്രേഡ് റൂട്ട് തന്നെ അടയപ്പെടുകയാണ്. അതായത് അതിലേക്കൂടെ ഇനി കച്ചവട സാമഗ്രികളൊന്നും കൊണ്ടുപോകാൻ അവർ അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ യൂറോപ്പിലേക്ക് ഏഷ്യയിൽ നിന്നുള്ള കുരുമുളക് അല്ലെങ്കിൽ അതുപോലുള്ള സ്പൈസസ് ഒക്കെ വന്ന ആ റൂട്ട്സൊക്കെ അടഞ്ഞു. ഇപ്പോൾ അതുവരെ എന്താണ് ആ ഒരു ടർക്കി അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ബേസ് ചെയ്തുള്ള പ്രദേശങ്ങൾ വഴിയൊക്കെ ആയിരുന്നു ഈ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നത്, അതായത് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നതെങ്കിൽ ഇനിയിപ്പോൾ ആ സംഭവം നടക്കില്ല. കാരണം ഓട്ടോമാൻസ് ടർക്സ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി അവർ എന്ത് ചെയ്യില്ല, ആ ഒരു യൂറോപ്പിലേക്ക് ഇങ്ങനെ സാധനങ്ങൾ കയറ്റിയെടുക്കാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യൂറോപ്യന്മാർക്ക് എന്തായാലും ഇനി ഈ സാധനങ്ങൾ വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ല. സാധനങ്ങൾ കൊണ്ടുവന്നേ അല്ലെങ്കിൽ സാധനങ്ങൾ മേടിച്ചേ വരത്തുള്ളൂ. അവർക്ക് അവരുടെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, പുതിയൊരു റൂട്ട് കണ്ടുപിടിച്ച് അതിലേക്കൂടെ കൊണ്ടുവരാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറി. അപ്പോൾ അതുവരെ അവർക്ക് അൺനോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്നും കുരുമുളക് വരുന്നു എന്ന് മാത്രം കേട്ടിട്ടുള്ള സംഭവത്തിൽ നിന്നും എന്താണ് അവർക്ക് ആ ഒരു സംഭവം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സ്പൈസസ് അല്ലെങ്കിൽ ഇതുപോലുള്ള വാല്യുബിൾ ആയ കമ്മ്യൂണിറ്റീസ് വരുന്നു എന്നുള്ള കാര്യം ഒഴിച്ചാൽ അവരിതുവരെ ആ സ്ഥലത്തേക്ക് പോയില്ല. അപ്പോൾ അവിടേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യമായി ഇനി അവർക്ക്, അതായത് ഇനി ആ ഒരു ഓട്ടോമൻ ടർക്സ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ച് വഴിക്ക വഴി അതുവഴി കൊണ്ടുവരാൻ പറ്റത്തില്ല, പുതിയ വഴി കണ്ടെത്തണം. The arrival of Portuguese sailors on the Guinea coast marked another key milestone. These voyages and geographical explorations reshaped global history, leading to European domination and the gradual spread of European culture across the world. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോർച്ചുഗീസ് സെയിലേഴ്സൊക്കെ അവസാനം ഗിനിയ കോസ്റ്റ് എത്തി. അതുവഴി പുതിയൊരു മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഗിനിയ കോസ്റ്റ് എന്ന് പറയുന്ന ആഫ്രിക്കയിലെ ആ ഒരു മുനമ്പിലെത്തിയത് വഴി അവർക്ക് ഇനി ഏത് വഴി അങ്ങോട്ടെത്താം എന്നുള്ളൊരു ഐഡിയയൊക്കെ കിട്ടിത്തുടങ്ങി. അപ്പോൾ ഈ 2 ഇവൻറ്റ്സ് കാരണം, ഈ 2 ഇവൻറ്റ്സ് ആ ഒരു ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷന് കാരണമാവുകയും അതുവഴി ആ വേൾഡ് ഹിസ്റ്ററി തന്നെ മാറുകയാണ് ചെയ്തത്. ആ ഒരു വേൾഡ് ഹിസ്റ്ററിയിലേക്ക് യൂറോപ്യൻ ഡോമിനേഷൻ വരാൻ തന്നെ കാരണമായ സംഭവങ്ങൾ ഇതൊക്കെയാണ്. അതിനുശേഷം യൂറോപ്യൻ കൾച്ചർ ലോകത്താകമാനം എത്താൻ കാരണമായതും ഈ സംഭവമാണ്. പോർച്ചുഗൽ ആൻഡ് സ്പെയിൻ were the first to embark on expeditions that reshaped the world. Soon after, other nations like Netherlands, England, and France joined in the exploration and conquest of new territories. അപ്പോൾ യൂറോപ്പിലെ രാജ്യങ്ങളെ കാണിച്ചിട്ടുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഗിനിയ കോസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു സംഭവത്തിന് ഇറങ്ങിയത് ആ ഒരു ജിയോഗ്രഫിക്കൽ എക്സ്പെഡീഷൻസിന് ഒക്കെ ഇറങ്ങിയ 2 രാജ്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് പോർച്ചുഗലും 2 സ്പെയിനും ആയിരുന്നു. അപ്പോൾ അവരാണ് ഈ സംഭവം ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതായത് ജിയോഗ്രഫിക്കൽ എക്സ്പെഡീഷൻ എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് തുടങ്ങുന്നവരാണ്. അതിനുശേഷം അവരുടെ പിറകെ നമ്മുടെ ഇംഗ്ലണ്ടും നെതർലാൻഡ്സും ഫ്രാൻസും ഒക്കെ വരാൻ തുടങ്ങി. From the map, you must have noticed that these countries are located along the Atlantic coast, a geographic advantage that
They contributed to their involvement in global exploration. Several other factors also enabled these nations to undertake successful expedition, which includes the building of advanced ships capable of crossing vast oceans, the invention of the compass and other navigational tools for determining direction, patronage of the rulers, strong military power, extensive experience in seafaring, advances in cartography and astronomy. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം ഒരു അറ്റ്ലാന്റിക് കോസ്റ്റ് അല്ലെങ്കിൽ കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്കൊരു ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജും കിട്ടുകയാണ് ഈ ഒരു എക്സ്പെഡീഷൻസിനൊക്കെ ഇറങ്ങാനായിട്ട്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇവരുടെ ഒരു സക്സസ്ഫുൾ ജോഗ്രഫിക്കൽ എക്സ്പെഡീഷൻസിനൊക്കെ കാരണമായിട്ടുണ്ട്. ഒന്നാമത്തത് ഈ ആഴക്കടലിലേക്കൊക്കെ പോകാൻ കെൽപ്പുള്ള രീതിയിലുള്ള ഷിപ്സ് നിർമ്മിക്കാനുള്ള സൗകര്യം, പിന്നെ കോമ്പസൊക്കെ കണ്ടുപിടിച്ചതും അതുപോലെ തന്നെ നാവിഗേഷണൽ ടൂൾസ്, ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കണ്ടെത്തിയതൊക്കെ അവർക്ക് ഹെൽപ്പായി. അതായത് ഈ ഒരു കടലിലേക്ക് പോവുകയാണെങ്കിൽ ആഴക്കടലിൽ ദിശ അറിയാതെ കഷ്ടപ്പെടേണ്ട ആവശ്യം ഇനി വരുന്നില്ല, കോമ്പസൊക്കെ കണ്ടെത്തി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ്. പിന്നെന്താണ്, റൂളേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഭരണാധികാരികളുടെയൊക്കെ സപ്പോർട്ട്, അതുപോലെ ശക്തമായ മിലിറ്ററി, ഈ കടൽ യാത്രകളിലും ആ കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെയുള്ള അഗാധമായ അറിവ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സംഭവങ്ങളൊക്കെ. പിന്നെ അവരുടെ ആ ഒരു കാർട്ടോഗ്രഫിയിലും അതുപോലെ തന്നെ ആസ്ട്രോണമി ഒക്കെ ഉള്ള അവരുടെ ആ ഒരു എക്സ്പീരിയൻസും അഡ്വാൻസ്മെൻറ്റും ഒക്കെ കാരണമാണ് ഈ ഒരു എക്സ്പെഡീഷൻസ് സക്സസ്ഫുൾ ആയിട്ട് വരാൻ കാരണം. European expeditions to other continents. The early expeditions of Europeans were in the African continent. Knowledge of the gold deposits in the Niger Plains motivated Portugal to embark on such ventures. The Portuguese initiated their conquest of Africa in 1415 by capturing Ceuta, a city on the Moroccan coast. The city later became a vital granary for them. One of the early challenges for the Portuguese explorers was crossing Cape Bojador. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ യൂറോപ്യൻസൊക്കെ ആദ്യം കീഴടക്കാൻ അല്ലെങ്കിൽ എക്സ്പെഡീഷന് വേണ്ടി ശ്രമിച്ച കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് ആഫ്രിക്കയായിരുന്നു. അപ്പോൾ ഈ ഒരു ആഫ്രിക്കയിലെ നൈജർ പ്ലെയിൻസിലുള്ള ഈ സ്വർണ്ണഖനികളും സ്വർണ്ണത്തിൻ്റെ ഡിപ്പോസിറ്റും ഒക്കെ നമ്മുടെ പോർച്ചുഗീസുകാർക്ക് അറിയാമായിരുന്നു. അങ്ങനെ അവരാണ് ആദ്യം തുടങ്ങുന്നത്. അങ്ങനെ 1415 ആയപ്പോൾ ഈ പോർച്ചുഗീസുകാർ ആ ഒരു ആഫ്രിക്ക കീഴടക്കുക എന്നുള്ള ലക്ഷ്യമായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അങ്ങനെ മൊറോക്കൻ കോസ്റ്റിനടുത്തുള്ള കെയൂട്ട എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ അതാണെന്ന് അറിയില്ല, ആ ഒരു പട്ടണം CEUTA, ആ ഒരു സിറ്റി എന്ത് ചെയ്യാണ്, ക്യാപ്ചർ ചെയ്യുകയാണ്. അവിടെ അതിനുശേഷം അവർ വലിയൊരു ഗ്രാനറി സംഭവങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ ആഫ്രിക്കയിലേക്ക് അവരുടെ ആദ്യത്തെ എക്സ്പെഡീഷൻ നടത്തുകയാണ്. 1415 കെയൂട്ട എന്ന് പറയുന്ന ആ ഒരു മൊറോക്കൻ കോസ്റ്റിലുള്ള നഗരം കീഴടക്കിക്കൊണ്ടാണ് അവർ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ചായിരുന്നു എന്താണ്, കേപ്പ് ബൊജോദർ എന്ന് പറയുന്ന ആ ഒരു മുനമ്പ് കീഴടക്കുക എന്നുള്ളത്. അവിടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കേപ്പ് ബൊജോദർ എന്ന് പറയുന്ന ആ ഒരു മുനമ്പ് കീഴടക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. However, after successful navigating in 1434, they gained access to other regions along the African coast. This breakthrough allowed them to profit significantly from trade of gold and slaves, further encouraging their exploration effort. In addition to Africa, the Portuguese expanded agriculture and established colonies on nearby ഐലൻഡ്സ് ഇൻ അറ്റ്ലാന്റിക്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1434 കൂടുതൽ റീജിയൻസിലേക്ക് ആഫ്രിക്കൻ കോസ്റ്റിനടുത്ത് തന്നെ ഈ ഒരു ബുജാദർ കേപ്പും അതുപോലെ തന്നെ കൂടുതൽ സ്ഥലങ്ങളുമൊക്കെ അവർക്ക് കീഴടക്കാൻ പറ്റി. അങ്ങനെ അവർ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ്, കൂടുതൽ സമ്പാദ്യങ്ങളും കൂടുതൽ ലാഭങ്ങളും ഒക്കെ ഉണ്ടാകുകയാണ്. സ്വർണ്ണ കച്ചവടത്തിൽ അല്ലെങ്കിൽ സ്വർണ്ണത്തിൻ്റെ ട്രേഡിന് വഴി അല്ലെങ്കിൽ സ്ലേവ്സ് അടിമ കച്ചവടങ്ങൾ വഴിയൊക്കെ കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. കാരണം ആഫ്രിക്കയിൽ നിന്ന് അവർക്ക് സ്വർണ്ണവും കിട്ടുന്നുണ്ട്, അടിമകളെയും കിട്ടുന്നുണ്ട് അതുവഴി. പിന്നെ ഈ നമ്മുടെ കോണ്ടിനെൻ്റിനെ ഈ ഒരു എന്താണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രമല്ല ആഫ്രിക്കയിൽ നിന്ന് അപ്പുറത്തുള്ള അറ്റ്ലാന്റിക്കിലെ ചില ദ്വീപുകളിലും ഐലൻഡ്സിലുമൊക്കെ അവർ എന്ത് ചെയ്യണം, അവരുടെ കോളനികൾ സ്ഥാപിക്കുകയാണ്. ഇൻ ഷോർട്ട്, ദീസ് വെഞ്ചേഴ്സ് ഇൻ ആഫ്രിക്ക ആൻഡ് ദ കൊളനൈസേഷൻ ഓഫ് അറ്റ്ലാന്റിക് ഐലൻഡ്സ് ഇവൻച്വലി പേവ്ഡ് ദ വേ ഫോർ ഫൈൻഡിങ് എ സീ റൂട്ട് ടു ഏഷ്യ, മേക്കിംഗ് എ ക്രൂഷ്യൽ മൈൽ സ്റ്റോൺ ഇൻ ഗ്ലോബൽ എക്സ്പ്ലോറേഷൻ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആഫ്രിക്കയിലേക്കുള്ള അവരുടെ ഈ ഒരു കടന്നുകയറ്റവും അതുപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഒരു ഐലൻഡ്സ് ആ ഒരു ദ്വീപുകളെയൊക്കെ കൊളനൈസ് ചെയ്തതൊക്കെ വഴി കീഴടക്കിയതൊക്കെ വഴി അവർക്ക് കൂടുതൽ ഏഷ്യയിലേക്കൊക്കെ വരാനുള്ള സീ റൂട്ട്സൊക്കെ കണ്ടെത്താനൊരു സഹായമാകുന്ന ഒരു സംഭവത്തിലേക്ക് മാറി. ഇപ്പോൾ അറ്റ്ലാന്റിക് ഐലൻഡ്സിൻ്റെ ആ ഒരു മാപ്പാണ് തരുന്നത് നമുക്ക്. അസോഴ്സ്, മദീര, കാനറി, കേപ്പ് വെർദെ എന്നൊക്കെ പറയുന്ന ഒരുപാട് അറ്റ്ലാന്റിക് ഐലൻഡ്സ് ഉണ്ട്. അതൊക്കെയാണ് അവർ കോളനൈസ് ചെയ്തത്. In 1488, the Portuguese sailor Bartholomew Dias reached the Cape of Good Hope, located at the southern tip of Africa. However, he was unable to navigate the rough sea route to India and was forced to return.
Learning from this challenge, the Portuguese began building sturdier ships capable of withstanding the harsh conditions of the Indian Ocean. അപ്പോൾ 1488 ഒരു പോർച്ചുഗീസ് നാവികനുണ്ടായിരുന്നു ബാർത്തലോമിയോ ഡയസ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ശുഭപ്രതീക്ഷ മുനമ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന ആ ഒരു ശുഭപ്രതീക്ഷ മുനമ്പ് കടക്കുകയാണ്. അങ്ങനെ ആഫ്രിക്കയുടെ ഏറ്റവും താഴത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും സദേണായ ടിപ്പിൽ വരെ നമ്മുടെ പോർച്ചുഗീസുകാരെത്തി. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ആ ഒരു ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് നാവിഗേറ്റ് ചെയ്ത് പോകാനൊക്കെ ശ്രമിച്ചു. എങ്കിലും അദ്ദേഹത്തിന് തിരിച്ച് വരേണ്ടിയാണ് വന്നത്. കാരണം തിരിച്ച് പോർച്ചുഗീസിലേക്ക് വരേണ്ടി വരികയാണ് അദ്ദേഹത്തിന് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു കടൽ നല്ല പ്രക്ഷുബ്ധമായിരുന്നു. അതുവഴിയൊക്കെ അദ്ദേഹത്തിൻ്റെ നിലവിൽ കയ്യിലുള്ള ആ ഷിപ്പ് വെച്ചൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പോർച്ചുഗലിൽ തിരിച്ചെത്തി. അവിടെ വെച്ച് ഈ പോർച്ചുഗീസുകാർ തിരിച്ചറിയുകയാണ്, ഇങ്ങനെ ഒരു സംഭവം വെച്ച് ഈ ഒരു ഷിപ്പ് വെച്ചൊന്നും പോകാൻ പറ്റില്ല, കൂടുതൽ ഹാർഷ് കണ്ടീഷൻസ് ആണ്, കൂടുതൽ ശക്തമായ കാറ്റ്, തിരമാലകൾ, സംഭവങ്ങളൊക്കെയാണ് ആ ഒരു ഇന്ത്യൻ ഓഷനിലേക്ക് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ഹോപ്പ് ശുഭപ്രതീക്ഷ മുനമ്പ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഉള്ളത്. അങ്ങനെ അവരെന്ത് ചെയ്യുകയാണ്, അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, അതുമായിട്ട് ആ ഒരു കണ്ടീഷനിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന കൂടുതൽ സ്ട്രോങ് ആയ ഷിപ്സുകൾ അവർ നിർമ്മിക്കാൻ തുടങ്ങിയാണ്. A decade later in 1498, Vasco da Gama followed the same route and successfully sailed around the eastern coast of Africa via the Cape of Good Hope. He eventually reached the shores of Kapat in Kozhikode, India. This marked the beginning of European domination in India. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു 10 വർഷം കഴിഞ്ഞിട്ട്, ഏകദേശം ഒരു ഡെക്കേഡ് കഴിഞ്ഞിട്ട്, 1488 നമ്മുടെ ബാർത്തലോമിയോ ഡയസ് ആ ഒരു കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലെത്തിയത്. അങ്ങനെ ആ 10 വർഷം കഴിഞ്ഞ് ഏകദേശം 1498 ആയപ്പോൾ വാസ്കോ ഡ ഗാമ എന്ത് ചെയ്യാണ്, ഇതേ റൂട്ട്, നമ്മുടെ ബാർത്തലോമിയോ ഡയസ് വന്ന അതേ റൂട്ട് വഴി കറങ്ങി അവിടെ നിന്ന് വീണ്ടും പോയി നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിത്തീരുകയാണ്. അങ്ങനെ അദ്ദേഹം നമ്മുടെ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കടപ്പുറത്തെത്തുകയാണ്. ആ ഒരു സംഭവത്തോടു കൂടിയാണ് ഇന്ത്യയിൽ യൂറോപ്യൻ ഡോമിനേഷൻ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആ ഒരു യൂറോപ്യന്മാരുടെ ആ ഒരു വാഴ്ച ആരംഭിക്കുന്നത്. Spain was another country that took part in geographical expeditions. They too had long coasts and seafaring heritage just like Portuguese. They received the patronage of King Ferdinand and Isabella, the rulers of Spain. With the financial aid of Spain in 1492, Christopher Columbus, an Italian navigator, reached the Bahamas Islands, located in the southeastern region of North America. The journey led to the discovery of a previously unknown continent for Europeans. The event paved the way for the invasion and exploitation of the regions by Europeans, which came to be known as the New World. Eventually, this region was named America. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുശേഷം സ്പാനിഷുകാരും ഈ ഒരു സംഭവത്തിലേക്ക് തുടങ്ങുകയാണ്, ഒരു ജോഗ്രഫിക്കൽ എക്സ്പെഡീഷൻസിലേക്ക് തുടങ്ങുകയാണ്. അവർക്കും ഇതുപോലുള്ള ഒരുപാട് കടലുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കടൽ യാത്രകളുമായിട്ടുള്ള ഒരുപാട് പാരമ്പര്യം പോർച്ചുഗീസുകാർ കണക്ക് തന്നെ പറയാനുണ്ട്. അങ്ങനെ ഈ സ്പാനിഷ് റൂളേഴ്സായ കിങ് ഫെർഡിനാൻഡിൻ്റെയും ഇസബെല്ലയുടെയൊക്കെ സപ്പോർട്ട് വഴി, ആ ഒരു ഫിനാൻഷ്യൽ എയ്ഡ് വഴി 1492 ക്രിസ്റ്റഫർ കൊളംബസ്, ഒരു ഇറ്റാലിയൻ നാവിഗേറ്ററാണ്, അദ്ദേഹം സ്പെയിനിന് വേണ്ടി എന്ത് ചെയ്യാണ്, ആ ഒരു യാത്ര ഇരിക്കുകയാണ്. അങ്ങനെ 1492 അദ്ദേഹം ബഹാമസ് ഐലൻഡ്സിൽ എത്തി. അതായത് ആ നോർത്ത് അമേരിക്കയുടെ, വടക്കേ അമേരിക്കയുടെ ആ ഒരു തെക്ക് കിഴക്കേ ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് ഈ ബഹാമസ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. അവിടെ എത്തി. അതിനുശേഷം അദ്ദേഹം വീണ്ടും ആ ഒരു നമ്മുടെ ന്യൂ വേൾഡ് എന്നറിയപ്പെടുന്ന ആ ഒരു അതുവരെ ആർക്കും യൂറോപ്യൻസിനൊന്നും അറിഞ്ഞുകൂടാത്ത ആ ഒരു പ്രദേശത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ ആ ഒരു ന്യൂ വേൾഡ്, ഇന്നത്തെ അമേരിക്കയിലേക്ക് നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് 1492 എത്തി. 92 ആയപ്പോൾ എത്തി. The following are some of the important expedition during this period. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു രണ്ടെണ്ണം, ഒന്ന് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് കണ്ടെത്തിയത്, രണ്ട് ഇതാണ് ക്രിസ്റ്റഫർ കൊളംബസ് 1492 എവിടെ എത്തിയത്, നമ്മുടെ അമേരിക്ക എന്ന് പറയുന്ന ന്യൂ വേൾഡ് എന്ന് അന്നറിയപ്പെട്ടിരുന്ന അമേരിക്കയിലേക്ക് എത്തിയത്. അതുവരെ യൂറോപ്യൻസിന് അറിയാൻ പാടില്ലായിരുന്ന അമേരിക്കയിലേക്ക് എത്തിയത്. പിന്നെ പ്രധാനപ്പെട്ട 2 എക്സ്പെഡീഷൻസ് വന്നിട്ടുണ്ട്. പെട്രോ അൽവാരസ് കബ്രാൾ ബ്രസീലിലേക്ക് നടത്തിയ എക്സ്പെഡീഷൻ, ഫെർഡിനാൻഡ് മഗല്ലൻ ലോകം മൊത്തം ആദ്യമായിട്ട് കടൽ വഴി സഞ്ചരിച്ച് ചുറ്റി വന്നത്, ജോൺ ക്യാബോട്ട് ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം കണ്ടെത്തിയത്. Geographical explorations had far-reaching consequences. Let us examine some of them. The Atlantic coast emerged as the most important trade route connecting Europe with the Americas, Asia and Africa. The shift led to the decline in Mediterranean trade and the rise of Atlantic trade. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്പ്ലോറേഷനൊക്കെ വഴി ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു അറ്റ്ലാന്റിക് തീരമൊക്കെ ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ട്രേഡ് റൂട്ട് അല്ലെങ്കിൽ കച്ചവട പാത ഒക്കെ ആയിട്ട് മാറി. യൂറോപ്പിനെയും ഏഷ്യയെയും അമേരിക്കയെയും ആഫ്രിക്കയൊക്കെ കണക്ട് ചെയ്യുന്നൊരു കച്ചവടപാതയായിട്ട് മാറി. അപ്പോൾ ഇതുവഴി ആ ഒരു മെഡിറ്ററേനിയൻ ട്രേഡ് നശിക്കുകയും അറ്റ്ലാന്റിക് ട്രേഡ് ഉയരുകയും ചെയ്തു. Large parts of the Americas, Africa and Asia
came under the European invasion and colonization. ആഫ്രിക്കയുടെയും അമേരിക്കയുടെയും ഏഷ്യയുടെയൊക്കെ ഒരു വലിയ ഭാഗം തന്നെ യൂറോപ്യന്മാരുടെ അധീനതയിലായി അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ കോളനികളായിട്ട് മാറി. എഫേർട്സ് were made by Europeans to monopolize the trade of pepper and other spices from Asia. യൂറോപ്യന്മാർ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? ആ പെപ്പറിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെയും സ്പൈസസിൻ്റെയൊക്കെ കച്ചവടം അവർ മൊണോപ്ലൈസ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഏഷ്യയുടെ പുറത്തേക്ക് അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. Gold and silver were transported in large quantities from South America to Europe, with a portion of this wealth eventually reaching India. അപ്പോൾ സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ ഒരുപാട് തരത്തിലുള്ള ആ ഒരു ലാർജ് ലെവൽ ട്രാൻസ്പോർട്ടേഷൻ സൗത്ത് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് നടത്തി. ഇവൻച്വലി അതിനകത്ത് കുറച്ച് പോർഷനൊക്കെ അല്ലെങ്കിൽ കുറച്ച് സമ്പാദ്യമൊക്കെ ഇന്ത്യയിലേക്കും എത്തി. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രയാങ്കുലർ ട്രേഡ് സിസ്റ്റം കണക്റ്റിംഗ് യൂറോപ്പ്, ആഫ്രിക്ക ആൻഡ് അമേരിക്കാസ്. നമ്മൾ ആ ഒരു മാപ്പിൽ തന്നിട്ടുണ്ട്, മാപ്പ് 4.4 തന്നിട്ടുണ്ട്. ആ ഒരു ആഫ്രിക്ക, യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്കാസ്, നോർത്ത് സൗത്ത് അമേരിക്കാസിനൊക്കെ കണക്ട് ചെയ്ത് വരുന്ന ആ ഒരു ട്രയാങ്കുലർ ട്രേഡ് റൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. The influx of gold and silver into European increased the use of currency, accelerating monetization. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്വർണ്ണത്തിൻ്റെ വെള്ളിയുടെയൊക്കെ വരവ് കാരണം നമ്മുടെ യൂറോപ്യന്മാർക്കിടയിൽ ആ ഒരു കറൻസിയുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് കൂടുകയും കൂടുതൽ മോണിറ്റൈസേഷനിലേക്ക് ആവുകയും ചെയ്തു. ധനവിനിമയത്തിൻ്റെയൊക്കെ ആവശ്യകത വന്നു. Over a period of time, the dominance of in trade of Portugal and Spain declared, and other countries like England, the Netherlands, and France took their place in the competition. Among these nations, France and England surpassed the Netherlands and established colonies in Asia, Africa, and the Americas. The American regions, once controlled by Spain and Portugal, came to be known as Latin America. Subsequently, the world witnessed intense rivalry between England and France as they sought to maximize financial gains through colonization. അപ്പോൾ ആദ്യം ഈ ഡോമിനേഷനൊക്കെ തുടങ്ങി നമ്മുടെ പോർച്ചുഗലും സ്പെയിനൊക്കെ ആണെങ്കിലും പയ്യെ ഇവരുടെ ഒരു ഡോമിനേഷൻ തകർന്നു വന്നു അല്ലെങ്കിൽ നശിച്ചു വന്നു. പിന്നീട് ഇംഗ്ലണ്ടും നെതർലാൻഡ്സും ഫ്രാൻസും പോലുള്ള രാജ്യങ്ങൾ ഉയർന്നു വന്നു, ഇവരുടെ ഒരു പോർച്ചുഗലിൻ്റെയും സ്പെയിനിൻ്റെയും സ്ഥാനത്തേക്ക് ഉയർന്നു വന്നു. ഫ്രാൻസും ഇംഗ്ലണ്ടും ഒക്കെ നെതർലാൻഡ്സിനെ ഓവർടേക്ക് ചെയ്ത് അവർ തമ്മിലായ ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലായി. അവർ കൂടുതൽ ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കാസിലൊക്കെ കോളനികൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അമേരിക്കൻ റീജിയൻ ഒക്കെ സ്പെയിനും പോർച്ചുഗലൊക്കെ ഒരു കാലത്ത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന അമേരിക്കൻ റീജിയൻസിനെ ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ സബ്സിക്വൻ്റ്ലി ആ ഒരു ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ഒരുപാട് കോമ്പറ്റീഷൻ വരികയാണ്. അവരുടെ ആ ഒരു രാജ്യങ്ങൾ കീഴടക്കുക, അതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കുക, കോളനൈസേഷൻ വഴി സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് അവർ തമ്മിൽ എന്താണ് ഒരു റൈവൽറി ഉയർന്നു വരികയാണ്. അപ്പോൾ ഇത് കോളനീസാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കോളനീസൊക്കെയാണ്. സൗത്ത് അമേരിക്കയിലെ ആ ഒരു ബ്രസീലിയൻ ഭാഗത്തൊക്കെ പോർച്ചുഗലിൻ്റെ കോളനി കാണാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിൽ സ്പെയിനിൻ്റെ കോളനികൾ കാണാൻ പറ്റും. നോർത്ത് അമേരിക്കയിലൊക്കെ വരുമ്പോൾ മെക്സിക്കോ ആ ഒരു ഭാഗത്തും സ്പെയിനിൻ്റെ കോളനി കാണാൻ പറ്റും. ഇനി ആഫ്രിക്കയിലെ പല പ്രദേശങ്ങളിലും പല രാജ്യങ്ങൾക്കും കോളനി കാണാൻ പറ്റും. ഇന്ത്യ ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കോളനിയായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു കോളനീസ്. അടുത്ത മെർക്കൻറ്റലിസമാണ്. At the time, the economic policy of European nations focused heavily on acquiring gold and silver, which were seen as symbol of wealth and power. When Lord Vimioso learned that gold and silver had to be given to Indians in exchange of their goods, he felt that European was losing his precious resource and gave such a response. This highlights the concept of mercantilism, an economic policy where nations aim to accumulate wealth, primarily gold and silver, through trade and other means. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നമ്മുടെ ലോർഡ് വിമിയോസോ എന്ന് പറയുന്ന ഒരാളുടെ ആ ഒരു സംഭവം, ഇന്ത്യയിൽ സിൽവർ ആ ഒരു സ്പൈസ് കച്ചവടം ചെയ്യണമെങ്കിൽ ഗോൾഡ് ആൻഡ് സിൽവർ വേണമെന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തുമായിട്ടുള്ള അവരുടെ റിപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. വാസ്കോ ഡ ഗാമ, ഹു വാസ് വെൽ റിസീവ്ഡ് ബൈ കിങ് മാനുവൽ ആൻഡ് ഹിസ് കോർട്ട് ഇൻ 1499 ആഫ്റ്റർ ഹിസ് വോയേജ് ഓഫ് ഡിസ്കവറി, വാസ് ആസ്ക്ഡ് ബൈ ദ Count of Vimioso, what are the commodities that can obtain from India and what Indians want in exchange? The discoverer replied that what could be brought from India included pepper, cinnamon, ginger, amber and musk. What the Indians demanded in exchange was gold, silver, velvet and scarlet cloth. The court retorted, in that case it seems to me that it is they who have discovered us. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് ഇതിനകത്തെന്ന് പറഞ്ഞാൽ വാസ്കോ ഡ ഗാമ അവിടെ തിരിച്ച് മാനുവൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ 1499 ഇന്ത്യയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ
ലോർഡ് വിമിയേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് അവിടെ നിന്ന് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും, നമ്മൾ അവർക്ക് എന്തായിട്ട് എക്സ്ചേഞ്ച് ആയിട്ട് തിരിച്ച് എന്താണ് അങ്ങോട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാസ്കോ ഡ ഗാമ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നും പെപ്പർ, സിനമോൺ, ജിഞ്ചർ, ആംബർ, മസ്ക് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. തിരിച്ച് ഇന്ത്യക്കാർക്ക് എന്താണ് വേണ്ടത്, സ്വർണം, സിൽവർ, വെൽവെറ്റ്, സ്കാർലറ്റ് ക്ലോത്ത്സ് ഒക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതായത് അതിന് മറുപടിയായിട്ട് ലോർഡ് വിമിയേഴ്സ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ്, നമ്മൾ അവരെ അല്ല കണ്ടെത്തിയത്, അവർ നമ്മളെ കണ്ടെത്തി എന്നാണ് തോന്നുന്നതെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു യൂറോപ്യൻ നേഷൻസൊക്കെ അവർ പ്രധാനമായിട്ടും സമ്പാദ്യം അല്ലെങ്കിൽ എക്കണോമിക് പോളിസീൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവർ കൂടുതലായിട്ടും നേടാൻ ശ്രമിച്ചത് സ്വർണ്ണവും സിൽവറും ഒക്കെ ആയിരുന്നു. അതാണ് അന്നത്തെ കാലത്തിൻ്റെ ആ ഒരു സമ്പാദ്യത്തിൻ്റെയും ശക്തിയുടെയൊക്കെ അടയാളം. അപ്പോൾ ഇന്ത്യൻസിന് എക്സ്ചേഞ്ച് ആയിട്ട് ഈ ഒരു സ്വർണ്ണം വെള്ളിയൊക്കെയാണ് വേണമെന്ന് പറഞ്ഞപ്പോൾ യൂറോപ്യന്മാർക്ക് ഈ ഒരു അവരുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കണ്ടെത്തുന്ന ഈ റിസോഴ്സിനെയൊക്കെ കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് മെർക്കൻറ്റലിസത്തിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഈ ഒരു കോൺസെപ്റ്റ് മെർക്കൻറ്റലിസത്തിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് അവർ പ്രധാനമായിട്ടും ആ ഒരു എക്കണോമിക് പോളിസിയിൽ ലക്ഷ്യമിട്ടത് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാനായിരുന്നു. അത് പ്രധാനമായിട്ടും സ്വർണ്ണവും സിൽവറും ഒക്കെ ആയിരുന്നു. ആ ഒരു ട്രേഡ് വഴി അവർ അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഈ ഒരു സ്വർണ്ണവും സിൽവറും ആയിരുന്നു. അക്കോർഡിംഗ് ടു മെർക്കൻറ്റലിസ്റ്റ് പോളിസി, ദ വെൽത്ത് ഓഫ് എ നേഷൻ വാസ് മെഷേർഡ് ബൈ ദ എമൗണ്ട് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ഇറ്റ് പൊസസ്ഡ്. അപ്പോൾ മെർക്കൻറ്റലിസ്റ്റ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പാദ്യം കണക്കാക്കുന്ന ആ രാജ്യത്ത് ആ ഒരു കിട്ടിയ സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെ അടിസ്ഥാനത്തിലാണ്. കൺട്രീസ് ദാറ്റ് അഡോപ്റ്റഡ് ദിസ് പോളിസീസ് കോമ്പീറ്റഡ് ടു അക്യുമുലേറ്റ് വെൽത്ത് ഇൻ ദ ഫോം ഓഫ് ദീസ് പ്രഷ്യസ് മെറ്റൽസ്. അപ്പോൾ ഈ ഒരു പോളിസീസ് സ്വീകരിച്ച കൺട്രീസ് എല്ലാം സമ്പാദ്യം നേടാൻ ശ്രമിക്കുന്നത് ഇതുപോലുള്ള പ്രഷ്യസ് മെറ്റൽസായ ഗോൾഡും സിൽവറിൻ്റെയൊക്കെ രീതിയിലായിരുന്നു. അപ്പോൾ അവർ കച്ചവടം വഴി അവർക്ക് കിട്ടേണ്ടത് എന്താണ്, സ്വർണ്ണവും സിൽവറും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സാധനമാണ് ഇന്ത്യൻസിലേക്ക് ചെല്ലുമ്പോൾ ഇന്ത്യൻസ് എക്സ്ചേഞ്ച് ആയിട്ട് ചോദിച്ചത്. A key characteristic of mercantilism was the effort to preserve a nation's wealth by reducing imports and increasing exports, thereby amassing wealth ഫ്രം ദ അതർ നേഷൻസ്. അപ്പോൾ മെർക്കൻറ്റലിസത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ സമ്പാദ്യം ഇങ്ങനെ സംരക്ഷിച്ച് വയ്ക്കുക എന്നുള്ളതായിരുന്നു, സിൽവറും ഗോൾഡും. അപ്പോൾ ഇതുവഴി അവർ ചെയ്യുന്നത് ഇമ്പോർട്ട്സ്, അതായത് ഇങ്ങോട്ട് ആ രാജ്യത്തേക്ക് കയറ്റി ഇറക്കുന്ന സാധനങ്ങൾ കുറയ്ക്കുക, ഈ രാജ്യത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടുക. അപ്പോൾ ഇമ്പോർട്ട് കുറയ്ക്കുക, എക്സ്പോർട്ട് കൂട്ടുക എന്നുള്ളതായിരുന്നു ഈ മെർക്കൻറ്റലിസം എന്ന് പറയുന്ന ആശയം കൊണ്ട് നടന്ന എല്ലാ രാജ്യങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അടുത്ത് കൊളോണിയൽ പോളിസീസാണ്. Colonial policies refers to the policies and strategies employed by colonial powers to extract wealth from their colonies. The primary aim of the Portuguese colonial policy was to break the Asian spice trade monopoly of the Arabs and secure control over it. Under these policies, trade in the colonies became a monopoly of the Portuguese king. The Portuguese sought to keep other European powers out of this trade. As part of the effort, non-Portuguese individuals were prevented from travelling ഓൺ പോർച്ചുഗീസ് ഷിപ്സ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊളോണിയൽ പോളിസീസ് എന്ന് പറയുന്നത് ആ ഒരു കൊളോണിയൽ പവേഴ്സ് അവരുടെ ആ ഒരു സമ്പാദ്യം കൂട്ടുവാനായിട്ട് നടത്തിയ ആ ഒരു പോളിസീസും സ്ട്രാറ്റജീസും ആ ഒരു തന്ത്രങ്ങളും ഒക്കെയാണ് കൊളോണിയൽ പോളിസീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പോർച്ചുഗീസുകാരുടെ പ്രൈമറി ആയിട്ടുള്ള എയിം എന്തായിരുന്നെന്ന് വെച്ചാൽ ഈ ഒരു ഏഷ്യൻ സ്പൈസ് ട്രേഡ് അന്ന് വരെ ആ കാലം വരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന അറബ്സ് ആയിരുന്നു. അപ്പോൾ അറബ്സിൻ്റെ ആ ഒരു മൊണോപ്പൊളി നശിപ്പിക്കുക, അല്ലെങ്കിൽ അറബ്സിനെ ഇനി ആ ഒരു സ്പൈസ് ട്രേഡുമായിട്ട് അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പോർച്ചുഗീസുകാരുടെ ആദ്യ ലക്ഷ്യം. അതിനുശേഷം ആ ഒരു പോർച്ചുഗീസ് രാജാവിൻ്റെ മൊണോപ്പൊളി ആക്കി മാറ്റുക, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ മൊണോപ്പൊളി ആക്കി മാറ്റുക ഈ ഒരു സ്പൈസ് ട്രേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കച്ചവടം എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. അപ്പോൾ അതുവഴി മറ്റൊരു യൂറോപ്യൻ ശക്തിയെയും അവർ ഈ ഒരു അവരുടെ കോളനികളിലേക്കോ അവരുടെ ട്രേഡുമായിട്ടോ ഒന്നും അടുപ്പിച്ചില്ല. പോർച്ചുഗീസ് ഷിപ്സിലൊന്നും മറ്റൊരു രാജ്യത്തുള്ള ആൾക്കാരെയൊന്നും കയറ്റാനും ട്രാവൽ ചെയ്യിപ്പിക്കാനൊന്നും സമ്മതിച്ചതുമില്ല. Spain also governed its colonies directly under the authority of the king, focusing on extracting as much gold and silver as possible from the Americas to enrich the kingdom. In contrast, the Dutch and the English conducted their colonial trade through joint stock companies, but the Spanish and Portuguese king directly controlled the colonial trade. അപ്പോൾ സ്പെയിനും അതുപോലെ തന്നെ രാജാവിൻ്റെ കീഴിൽ ഡയറക്റ്റ് കീഴിൽ തന്നെയായിരുന്നു ഈ ഒരു കച്ചവടങ്ങളും അല്ലെങ്കിൽ കോളനീസിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ നടത്തിയത്. സ്പാനിഷുകാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു അവരുടെ ആ ഒരു അമേരിക്കാസിലെ കോളനീസിൽ നിന്നും സ്വർണ്ണം വെള്ളിയൊക്കെ കടത്തുകയായിരുന്നു അവരുടെ രാജ്യങ്ങളിലേക്ക്, ഇവരുടെ രാജ്യത്തേക്ക്. എന്നിട്ട് അവരുടെ രാജ്യത്തിൻ്റെ സമ്പാദ്യം കൂട്ടുകയായിരുന്നു അവരുടെ ലക്ഷ്യം. നമ്മൾ ഡച്ചുകാരുടെ ഇംഗ്ലീഷുകാരുടെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെ രീതിയിലായിരുന്നു കച്ചവടം നടത്തിയിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൊളോണിയൽ ട്രേഡ് നടത്തിയിരുന്നത്, കോളനീസിൽ കച്ചവടം നടത്തിയിരുന്നതെങ്കിൽ നമ്മുടെ സ്പാനിഷും പോർച്ചുഗീസും കിങ് ഡയറക്റ്റ് ആയിട്ടായിരുന്നു ഈ ഒരു ട്രേഡ് കൺട്രോൾ ചെയ്തിരുന്നത്. ദ യൂസ് ദ വെൽത്ത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ആ ഒരു ഇന്ത്യയിലേക്ക് വരുമ്പോൾ 1858 മുമ്പ് വരുമ്പോൾ ആ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്റ്റ് കൺട്രോളിലായിരുന്നല്ലോ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ആ ഒരു കച്ചവടങ്ങളായാലും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു സംഭവം. പിന്നെ അതുപോലെ
ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഡച്ചുകാരൊക്കെ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ആ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെ കാര്യത്തിലാണ് അല്ലെങ്കിൽ രീതിയിലാണ് ചെയ്തത്. മറിച്ച് സ്പാനിഷ് പോർച്ചുഗീസുകാരൊക്കെ കിങ് ഡയറക്റ്റായിട്ടായിരുന്നു ആ ഒരു കച്ചവടം കൺട്രോൾ ചെയ്തിരുന്നത്. ദേ യൂസ് ദ വെൽത്ത് ദസ് ഏൺ ടു ബിൽഡ് ആൻഡ് റെനോവേറ്റ് പ്ലേസസ്. At the same time, companies like those in England and the Netherlands reinvested their profits back into their businesses. The reinvestment substantially contributed to the growth of industries in England, playing a crucial role in economic development. അപ്പോൾ നമ്മുടെ ഈ ഒരു കച്ചവടം വഴി കിട്ടിയ സ്വർണ്ണം അല്ലെങ്കിൽ സമ്പാദ്യമൊക്കെ സ്പാനിഷ് പോർച്ചുഗീസൊക്കെ അവരുടെ ആ ഒരു അവരുടെ പാലസസ് ഒക്കെ റിനോവേറ്റ് ചെയ്യാനും പണിയാനും ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇംഗ്ലണ്ടിലൊക്കെ കമ്പനി വഴിയും അല്ലെങ്കിൽ നെതർലാൻഡ്സൊക്കെ കമ്പനി വഴിയൊക്കെ ആയിരുന്നു കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതുകൊണ്ട് ആ കിട്ടുന്ന സമ്പാദ്യം വീണ്ടും അല്ലെങ്കിൽ കിട്ടുന്ന പ്രോഫിറ്റ് വീണ്ടും ഇങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോരോ സംഭവങ്ങളിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഈ റീഇൻവെസ്റ്റ്മെൻറ്റ് വഴി ഇംഗ്ലണ്ടിലേക്ക് ആ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് സാധ്യമാവുകയാണ്. കോളനൈസേഷൻ ആൻഡ് നേറ്റീവ്സ്. അപ്പോൾ ഈ ഒരു കോളനൈസേഷൻ വഴി അവരുടെ ആ ഒരു ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരാളുടെ, അതായത് ഒരു ആഫ്രിക്കൻ്റെ ഓലൗഥ ഇക്വാനോ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ്റെ ആ ഒരു സ്ലേവ് ഷിപ്പിൽ നിന്നും അടിമ കപ്പലിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ഒരാളുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ആളുടെ പറഞ്ഞ കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. ദ ഡിസ്ക്രിപ്ഷൻ യു ഹാവ് റെഡ് അബോ ഈസ് ബൈ ഒലൗഥ ഇക്വാനോ, ആൻ ആഫ്രിക്കൻ ഹു എസ്കേപ്ഡ് ഫ്രം എ സ്ലേവ് ഷിപ്പ്. One of the consequences of European colonization of native population was slavery and the slave trade in Africa. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു യൂറോപ്യൻ കോളനൈസേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസിക്വൻസ് എന്ന് പറയുന്നത് ആ നേറ്റീവ്സിൻ്റെ ആ ഒരു സ്ലേവറിയും അടിമ കച്ചവടവും ഒക്കെ ആയിരുന്നു. മറ്റ് എഫക്ട്സും ഒക്കെയാണെങ്കിൽ വെൽത്ത് വാസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ കോളനീസ് ആൻഡ് ഫ്ലൗഡ് ഇൻ ടു ദ യൂറോപ്യൻ കൺട്രീസ്. അപ്പോൾ കോളനിയുടെ സമ്പാദ്യവും കോളനിക്കകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ രാജ്യത്തേക്ക് ഈ സമ്പാദ്യം കൊണ്ടുപോവുകയാണ്. അപ്പോൾ കോളനീസ് നശിക്കുന്നു, അവരുടെ കോളനൈസേഴ്സ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നേറ്റീവ്സ് ലോസ് ദെയർ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് ഓവർ ദെയർ ഓൺ റീജിയൻസ്. അവരുടെ സ്ഥലത്ത് തന്നെ, ഇപ്പോൾ ആ നേറ്റീവ്സിന് അവരുടെ സ്ഥലത്ത് തന്നെ അവർക്കുള്ള അവകാശങ്ങളും ആ ഒരു എക്കണോമിക് പൊളിറ്റിക്കൽ റൈറ്റ്സും ഒക്കെ നഷ്ടപ്പെട്ടു. ഇൻഡിജിനസ് കൾച്ചേഴ്സ് ഇൻ ദ കോളനീസ് ഫേസ് ഡിസ്ട്രക്ഷൻ. അവരുടെ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള സംസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു വന്നു, അതായത് യൂറോപ്യൻ സംസ്കാരങ്ങളൊക്കെ വന്നു തുടങ്ങി. വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രാക്ടീസസ് സ്പ്രെഡ് അക്രോസ് ദ കോളനീസ്. നേരത്തെ പറഞ്ഞ തന്നെയാണ് ആ യൂറോപ്യൻ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരങ്ങളൊക്കെ ആ ഒരു വെസ്റ്റേൺ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ അവരുടെ ആ ഒരു പ്രാക്ടീസസൊക്കെ ആ ഒരു കോളനൈസ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ക്രിസ്ത്യാനിറ്റി വാസ് പ്രൊപ്പഗേറ്റഡ് ഇൻ കോളനൈസ്ഡ് റീജിയൻസ്. ആ ഒരു കോളനൈസ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ ഒരു സമ്പാദ്യവും ഒക്കെ ആയിട്ട് വേൾഡിലെ ആ ഒരു ജോഗ്രഫിക്കൽ എക്സ്പെഡീഷൻസ് ഒക്കെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമുക്കിനിയുള്ള പാർട്ട്, അതായത് ന്യൂ വേൾഡ് ചേഞ്ചിങ് എക്കണോമിക് ഓർഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ മുതൽ താഴേക്കുള്ള പാർട്ട് അടുത്ത വീഡിയോയിലാണ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.